നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസ പുതുക്കുന്നതിനുള്ള ഫീസ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുവൈത്തിൽ കുറവാണ്. എന്നാൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. വിസ പുതുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ കുവൈത്ത് ഭരണകൂടം ആലോചിക്കുന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തിയതായും ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാസികളുടെ കീശ കീറുന്ന തരത്തിലുള്ളതാണ് ഈ നീക്കം. നേരത്തെ കുവൈറ്റ് താൽക്കാലികമായി നിർത്തിവെച്ച ഫാമിലി വിസിറ്റ് വിസകൾ പുനരാരംഭിക്കുമെന്നതിനൊപ്പം ഇതിനുള്ള അപേക്ഷാ ഫീസ് മുൻകാലങ്ങളിൽ അപേക്ഷിച്ചതിൽ നിന്ന് 100% വർദ്ധിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിസ പുതുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നത്. രാജ്യത്തുള്ള വിദേശികളുടെ സാന്നിധ്യം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. ഇപ്പോഴുള്ള തുകയുടെ 3 ഇരട്ടി വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് ആലോചന. ഇഖാമ ഫീസ് വർധന സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാലിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. കാരണം കുവൈത്തിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും കുടുംബമായാണ് കഴിയുന്നത്. തൊഴിൽ വിപണി ക്രമീകരിക്കുക, ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കുവൈറ്റ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. സ്വദേശി ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വിദേശ ജനസംഖ്യയുടെ തോത് കൊണ്ടുവരണം. കുവൈത്തിലെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരിഹാരം കാണാൻ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കും. വിദേശികളെ കുറയ്ക്കുന്നതിനു വേണ്ടി നിരവധി നിയമപരിഷ്കാരങ്ങൾ അടുത്തിടെ കുവൈറ്റ് നടത്തിയിരുന്നു. ഫാമിലി വിസിറ്റ് വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണവും ഇതുതന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കുവൈത്തിൽ കുടുംബ വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചത്. താൽക്കാലികമായി നിർത്തിവെച്ച കുടുംബ വിസ നടപടികൾ കുവൈത്ത് പുനരാരംഭിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ ആരോഗ്യ മേഖലയിലുള്ളവരുടെ കുടുംബങ്ങൾക്കാണ് വിസ അനുവദിക്കാനുള്ള അനുമതി. 15 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കുമാണ് വിസ അനുവദിക്കുക. കഴിഞ്ഞ മാസം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചിരുന്നു. വിസ അപേക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങൾ സഹൽ ആപ്പ് വഴിയാകും ലഭ്യമാവുക. കുടുംബ വിസ നടപടികൾ പുനരാരംഭിക്കുന്നതിന്റെ ആദ്യപടിയായാണ് ഇതിനെ കാണുന്നത്. കുവൈത്തിൽ സ്ഥിര താമസക്കാരായ വിദേശികൾക്ക് ഫാമിലി വിസ ലഭിക്കുവാൻ നിലവിൽ 450 ദിനാർ ആണ് കുറഞ്ഞ ശമ്പള നിരക്ക്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം അപേക്ഷകരുടെ കുറഞ്ഞ ശമ്പള നിരക്ക് 800 ദിനാറായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.